മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപ്പോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ഓണം എക്സാം ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക ആക്ടിവിറ്റിയാണ് മിസ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അതായത് മിക്കവാറും നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അത് വേറെ ഏതെങ്കിലും ലെസൺ ആവും എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ കേട്ടോ. സോ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണുള്ളത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ? എന്താണ്? യെസ്, ഡയറി എൻട്രി ആണ് കേട്ടോ. ഡയറി എൻട്രി ആണ് മിസ് ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആയി ഒന്ന് കമന്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഓണം സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് മക്കളെ. നിങ്ങൾ എല്ലാവരും ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പാക്കുക കേട്ടോ. യെസ്, സോ അതിന് ഒരു എന്താ പറയാ, ഇനി നാളെ ആക്കാമെന്നൊന്നും വിചാരിക്കരുത്. കാരണം ഓണം എക്സാമിന് അത്യാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയാണ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം അല്ലെ. യെസ്, സോ ഒരു ഡയറി എൻട്രി ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയിടാ. ദ നെറേറ്റർ ഇൻ ദ സ്റ്റോറി എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ഫൈനലി റിയലൈസസ് ദാറ്റ് ഹി ഡിഡന്റ് ഹാവ് എനി സീരിയസ് എയിൽമെന്റ്സ്. അയാൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് അയാൾ മനസ്സിലാക്കുകയാണ് അല്ലേ. ഇമാജിൻ ദാറ്റ് ഹി ജോട്ട്സ് ഡൗൺ ഹിസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് വിത്ത് എ സെൻസ് ഓഫ് റിലീഫ് ആഫ്റ്റർ റീച്ചിങ് ഹോം. അപ്പം വീട്ടിലെത്തിയിട്ട് ആശ്വാസമായിട്ട് സമാധാനമായിട്ട് എനിക്കൊരു അസുഖവും ഇല്ല എന്നുള്ള സമാധാനത്തിൽ ഒരു ഡയറി എൻട്രി പുള്ളി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഡ്രാഫ്റ്റ് ദ പോസിബിൾ ഡയറി എൻട്രി. സോ ആ ഒരു ഡയറി എൻട്രി എങ്ങനെയായിരിക്കും ഒന്ന് എഴുതി നോക്കാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. യെസ് മക്കളെ, ഒരു ഡയറി എൻട്രി നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത്തെ കാര്യം, ആ ഒരു ഡയറി എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ ഡയറി പേജ്. ഓക്കെ, ഒരു ഡയറി പേജ് പോലെ വേണം എന്ത് ആ ഒരു നിങ്ങളുടെ ഡയറി എൻട്രി കാണാനായിട്ട്. അപ്പൊ അതിന്റെ ആ ഒരു അലൈൻമെന്റ്, അതായത് നിങ്ങൾ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യാം, ഒരു മന്ത് അല്ലെ, ഏതെങ്കിലും ഒരു മാസം കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്താ ഓഗസ്റ്റ് അല്ലെ, ഒരു ഓഗസ്റ്റ് എന്നുള്ളൊരു മാസം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ എന്താണ്, ഏതെങ്കിലും ഒരു വർഷം കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡയറി പേജ് പോലെ തോന്നിക്കുന്ന പോലെ ആക്കുക. പിന്നെ വേണം നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ പേജ് അല്ലെ, ഒരു ഡയറിന്റെ അകത്ത് പേജ് പിച്ച് എടുത്ത പോലെ ആക്കി അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾ ആദ്യമേ ചെയ്ത് വെക്കണമെന്നില്ല, ഡയറി എൻട്രി എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്യാതിരിക്കരുത്, കാരണം എന്താണ്, നിങ്ങൾക്ക് അതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. ഇനി ഡയറി എൻട്രി എഴുതുന്ന സമയത്ത് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ ഡയറി പേജ്. മിസ് ഓൾറെഡി പറഞ്ഞു, ഡേറ്റ്, മന്ത്, ഇയർ അല്ലെ, അത് ലേ ഔട്ട് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ യൂസ് ഐ ആൻഡ് മീ ഇൻസ്റ്റെഡ് ഓഫ് ഹി ഓർ ഷെ ഓർ ഷീ അല്ലെ. മക്കളെ, നമ്മൾ ഈ ഒരു ഡയറി എൻട്രി എഴുതുന്നത് നിങ്ങൾ ആ ക്യാരക്ടർ ആണെന്നുള്ള പോലെ വേണം നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ നമ്മുടെ ജെറോമിന്റെ അല്ലെങ്കിൽ ആ ഒരു നെറേറ്ററിന്റെ ഡയറി എൻട്രി ആണല്ലോ എഴുതുന്നത്. സോ യു ഷുഡ് തിങ്ക് ദാറ്റ് യു ആർ ദ നെറേറ്റർ, നിങ്ങളാണ് അയാൾ എന്നുള്ള പോലെ വേണം എഴുതാനായിട്ട്. അപ്പൊ നമ്മളവിടെ ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവ് അല്ലെങ്കിൽ ഐ എന്നുള്ള പോലെ വേണം എഴുതാനായിട്ട് കേട്ടോ. അതേപോലെ തന്നെ മിക്കവാറും ആൾക്കാർ തെറ്റിക്കുന്നതാണ് ഞാൻ എന്നുള്ള ഐ. ഞാൻ എന്നുള്ള ഐ എല്ലാവരും സ്മോൾ ലെറ്റേഴ്സിൽ എഴുതി കാണാറുണ്ട്. സ്മോൾ ലെറ്റേഴ്സിൽ എഴുതരുത്. ഞാൻ എന്നുള്ള ഐ എപ്പോഴും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട്, അത് മറന്നു പോകരുത്. യെസ്, ദെൻ എക്സ്പ്രസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓപ്പൺലി ആൻഡ് ഓണസ്റ്റ്ലി. നിങ്ങൾക്കുള്ള അല്ലെ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്കുള്ളതല്ല, ആ ക്യാരക്ടർ കടന്നു പോകാൻ ചാൻസ് ഉള്ള ഇമോഷൻസ് അല്ലെ. ഇപ്പൊ നമ്മളെ നെറേറ്റർ ആവുന്ന സമയത്ത് ആദ്യം ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലസന്റ് ആയിട്ടായിരുന്നു ആ ഒരു എന്താ പറയാ നമ്മുടെ എൻസൈക്ലോപീഡിയ വായിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അല്ലെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്താണ്, ഹി ഗെറ്റ്സ് വറീഡ് അല്ലെ, ഹി ഗെറ്റ്സ് ആങ്ഷ്യസ്. അയാൾക്ക് എന്താണ്, ആങ്ഷ്യസ് ആവാണ്, ആങ്സൈറ്റി വരികയാണ് അല്ലെ, ടെൻസ്ഡ് ആവുകയാണല്ലോ. ഹി ഫീൽസ് ദാറ്റ് എവറി ഡിസീസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദാറ്റ് ബുക്ക് അല്ലെ. ആ ഒരു ബുക്കിന്റെ അകത്ത് അല്ലെങ്കിൽ ആ എൻസൈക്ലോപീഡിയന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസീസും അയാൾക്ക് ഉണ്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്യാണ്. അങ്ങനെ അയാൾക്ക് ആങ്സൈറ്റി ഫീൽ ചെയ്യാണ്. ആൻഡ് ഫൈനലി എന്ത് ചെയ്യാണ്, ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അല്ലെ, ഡോക്ടർ അവിടുന്ന് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ലേ, എന്താണ്, വേറെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെ, യു ഹാവ് ടു ഈറ്റ് ഗുഡ് ഫുഡ്, ഡ്രിങ്ക് വാട്ടർ, eat, sleep well, and also have good exercise, and also don't think of stupid things. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചിന്തിക്കരുത് എന്നുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ട സമയത്താണ് he is relieved, അയാൾക്ക് ആശ്വാസമാകുന്നത്. അപ്പൊ ആ ഒരു ഇമോഷൻസ് ഇല്ലേ, ആ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ എഴുതണം. ദെൻ അപ്പൊ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ തോട്ട്സ് എഴുതി ശീലിച്ചിട്ടുള്ള ആൾക്കാരല്ലേ, അതേപോലെ തന്നെ തോട്ട്സ് കൊടുക്കുക കേട്ടോ. ദെൻ യൂസ് സിമ്പിൾ ലാംഗ്വേജ്, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. ബ്രീഫ്, അതായത് ആ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും എഴുതണമെന്നില്ല, മെയിൻ ആയിട്ടുള്ള കീ ആയിട്ടുള്ള ഇവന്റ്സ് ആണ് കേട്ടോ. മെയിൻ സംഭവങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഷോ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, ഇമോഷൻസും ഫീലിങ്സും കാണിക്കാം. സോ നമുക്ക് ആ ഒരു ജെറോമിന്റെ ഡയറി എൻട്രി ഒന്ന് നോക്കിയാലോ. കണ്ടോടാ, 15th July 18 അല്ലെ. അപ്പം ഇവിടെ ഞാനൊരു ബോക്സ് വരച്ചിട്ടില്ല, ആ ഒരു ബോക്സ് വരയ്ക്കാത്തതിന്റെ കുറവ് വേണ്ട, ഇത് ഞാനൊരു ബോക്സും കൂടെ വരച്ചു വെച്ചേക്കാം. അപ്പൊ എന്തായി, യെസ്, അപ്പൊ എന്തായി, നമുക്ക് ആ ഒരു ഡയറി പേജ് പോലെ തോന്നിക്കുന്നില്ലേ? യെസ്, ഈ ഒരു ഡയറി പേജ് പോലെ അതവിടെ തോന്നിക്കുകയാണ്. എന്നിട്ട് കണ്ടോ, യെസ്, ഇങ്ങനെ കൂടെ കൊടുത്തേക്കാം. സെറ്റ്. ഓക്കെ, ഫൈൻ. എന്നിട്ട് നോക്കിടാ,
ഡിയർ ഡയറി അല്ലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറിനെ ഡിയർ ഡയറിനെ അഡ്രസ് ചെയ്യാം, ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല. വേറൊരു കാര്യം മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. ഒരുവിധം എല്ലാ കാര്യവും നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതുക. നാളേക്കുള്ള കാര്യം മാത്രം, അതായത് നാളെ ഞാൻ ഇങ്ങനെ ചെയ്യും, നാളെ മുതൽ ഞാൻ അങ്ങനെ ആവും, അപ്പം മാത്രം നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്യും. അപ്പം മാത്രം നമ്മൾ എന്ത് ചെയ്യും, വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ എന്താ കൂടുതൽ കാര്യങ്ങളും പാസ്റ്റ് ടെൻസിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. സോ നോക്കിയിടാം, വാട്ട് എ സ്ട്രേഞ്ച് ആൻഡ് ഇവന്റ്ഫുൾ ഡേ ദിസ് ഹാസ് ബീൻ അല്ലെ, എന്തൊരു വിചിത്രവും ഇവന്റ്ഫുൾ അല്ലെ, സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. കാണുന്നില്ലേ? യെസ്, I started the morning as a cheerful and perfectly healthy man. എൻ്റെ ഈ ഒരു ദിവസം തുടങ്ങിയത് എങ്ങനെയാണ്? ഭയങ്കര cheerful ആയിട്ടുള്ള, ഭയങ്കര healthy ആയിട്ടുള്ള ഒരാളായിട്ടാണ് തുടങ്ങിയത് അല്ലേ. My only plan was to visit the British Museum to read about a minor ailment I thought I might have. My only plan, എനിക്ക് ആകെയുള്ള പ്ലാൻ എന്തായിരുന്നു? കണ്ടോ, ഇവിടെയൊക്കെ മൈ, ഐ എന്നുള്ളതൊക്കെയാണ് യൂസ് ചെയ്തത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. യെസ്, was to visit the British Museum. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഒന്ന് പോകണം. റീഡ് അബൌട്ട് എ മൈനർ എയിൽമെന്റ് അല്ലെ, എനിക്കുള്ള എന്തോ ചെറിയൊരു അസുഖമുണ്ട്, അതിനെ കുറിച്ചൊന്ന് വായിക്കണം. ഐ തോട്ട് ഐ മൈറ്റ് ഹാവ് അല്ലെ, എനിക്കുണ്ടെന്ന് വിചാരിച്ച ചെറിയൊരു അസുഖത്തിനെ കുറിച്ച് വായിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഹൗഎവർ എന്നിരുന്നാലും, ഹൗഎവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിരുന്നാലും. Okay, once I opened the medical encyclopedia, my life seemed to turn upside down. പക്ഷേ ഞാൻ ആ മെഡിക്കൽ എൻസൈക്ലോപീഡിയ തുറന്നത് തൊട്ടിട്ട് എന്ത് ചെയ്യാണ്? My life turned upside down. എൻ്റെ ജീവിതം തന്നെ തലകുത്തി മറിയാണെന്നാ പറയുന്നത് കേട്ടോ. As I went through the pages അല്ലെ, ആ പേജുകളിലൂടെ ഞാനിങ്ങനെ went through the pages എന്ന് പറഞ്ഞാൽ എന്താണ്? went through the pages എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രേസൽ വെർബ് ആട്ടോ. go through, went through എന്നുള്ളത് ശരിക്കും എന്താണ്? ഫ്രേസൽ വെർബ് എന്താണ്? go through ആണ് കേട്ടോ. go through എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളൊരു ബുക്കിന്റെ പേജിലൂടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മറിച്ച് മറിച്ച് പോകുന്നതിന് നമ്മൾ go through എന്ന് പറയാം കേട്ടോ. go through your book അല്ലെങ്കിൽ ഷീ went through the book. go throughന്റെ past tense ആണ് went through ട്ടോ. അപ്പൊ ഫ്രേസൽ വെർബ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്രാവശ്യം തൊട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ go through എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബുക്കിലെ പേജുകൾ ഇങ്ങനെ വെറുതെ മറിച്ച് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. went through എന്താണ്? go throughന്റെ past tense ആണ്. Yes, go through the pages. went through the pages. കണ്ടോ അവിടെ ആ went through എന്നാവാൻ കാരണം എന്താണ്? ഇത് past tense എഴുതിയതുകൊണ്ടാണ് കേട്ടോ. Yes, I became convinced that I had every disease listed there. അല്ലെ, അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിലുള്ള എല്ലാ ഡിസീസും എനിക്കുണ്ടെന്ന്. From typhoid to diphtheria, ടൈഫോയിഡ് മുതൽ ഡിഫ്തീരിയ വരെ, സ്കാർലറ്റ് ഫീവർ ടു കോളറ, സ്കാർലറ്റ് ഫീവർ തൊട്ട് കോളറ വരെ എനിക്ക് ഉണ്ടായിരുന്നു അല്ലെ. The more I read, കൂടുതൽ ഞാൻ വായിക്കും തോറും the worse I felt, എനിക്ക് കൂടുതൽ മോശമാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ നല്ല പോയിന്റ് ആട്ടോ. the more I read അല്ലെ, the more I read, ഏറ്റവും കൂടുതൽ വായിക്കും തോറും the worse I felt, എനിക്ക് കൂടുതൽ മോശമായിട്ടാണ് തോന്നുന്നത്. Then my heart seemed to stop, എൻ്റെ ഹൃദയം ഇപ്പോൾ നിന്നു പോകുമെന്ന് തോന്നി. My pulse felt absent, എനിക്ക് പൾസ് ഇല്ലാന്ന് തോന്നി. And I imagined my tongue showed signs of illness, and ഞാൻ ചിന്തിച്ചു അല്ലെ, ഞാൻ സങ്കല്പിച്ചു my tongue, എൻ്റെ നാവിലും എന്താണ്? രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന്. I had walked into the room like a normal man but crawled out feeling like an old broken wreck അല്ലെ. അപ്പൊ എന്താണ്? I walked into the reading room അല്ലെ, ഞാൻ ആ റീഡിംഗ് റൂമിലേക്ക് നടന്ന് കയറിയത് എങ്ങനെയാണ്? ലൈക്ക് എ നോർമൽ മാൻ, ഒരു വളരെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ ആ റൂമിലേക്ക് നടന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ക്രോൾഡ് ഔട്ട് ഫീലിംഗ് ലൈക്ക് ആൻ ഓൾഡ് ബ്രോക്കൺ റെക്ക്, പക്ഷെ പുറത്ത് വന്ന എങ്ങനെയാണ്? ഒരു വയസ്സായി അല്ലെ, ആകെ തകർന്ന് തരിപ്പണമായിട്ട് വയസ്സായ ഒരാളെ പോലെയാണ് തിരിച്ചു പുറത്തേക്ക് വന്നത്. വൈ? ബിക്കോസ് ഹി വാസ് ഫീലിംഗ് ടെൻസ്ഡ് അല്ലെ, ഭയങ്കര ടെൻഷനാണ്, ആങ്സൈറ്റി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബാക്കി നോക്കിയേ, ഇൻ മൈ പാനിക് അല്ലെ, അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഐ വെന്റ് സ്ട്രേറ്റ് ടു മൈ ഡോക്ടർ, ഞാൻ എങ്ങോട്ട് പോയി? ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. മക്കൾ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ചെങ്കിലും കാര്യം ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് മിസ് ഇത്രയും പറഞ്ഞു തരുന്നത് കേട്ടോ. യെസ്, ഹു ഇസ് ആൻ ഓൾഡ് ഫ്രണ്ട് അല്ലെ, എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടറിന്റെ അടുത്തേക്ക് ഞാൻ പോയി. ഹി ലിസൺ പേഷ്യന്റ്ലി, അദ്ദേഹം എന്നെ എന്താണ് ക്ഷമയോടെ കേട്ടിരുന്നു. ചെക്ക്ഡ് മൈ പൾസ് ആൻഡ് ടങ്, എൻ്റെ നാവും എൻ്റെ പൾസും നന്നായിട്ട് ചെക്ക് ചെയ്തു. ആൻഡ് ടോക്ക്ഡ് അബൌട്ട് ദ വെദർ, എന്നിട്ട് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വെദറിനെ കുറിച്ച്, കാലാവസ്ഥനെ കുറിച്ച് പറഞ്ഞു അല്ലെ. Then without any tests he gave me a prescription, പിന്നീട് പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? എനിക്കൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നു. I hurried to the chemist expecting strong medicine. അപ്പം നല്ല അല്ലേ, നമുക്ക് അങ്ങനെയല്ലേ, ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രോങ് മെഡിസിൻ വേണം, പെട്ടെന്ന് മാറാൻ വേണ്ടി സ്ട്രോങ് മെഡിസിൻ വേണമെന്ന്.
അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? ഐ ഹറി ടു ദ കെമിസ്റ്റ്. കെമിസ്റ്റിന്റെ അടുത്തേക്ക് ഞാൻ ഓടിച്ചെന്നു, എക്സ്പെക്ടിങ് സ്ട്രോങ് മെഡിസിൻ, അല്ലെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് കിട്ടുന്ന വിചാരിച്ച് ഞാൻ കെമിസ്റ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ടു മൈ സർപ്രൈസ്, പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ദ കെമിസ്റ്റ് സ്മൈൽഡ്. ആ ഒരു അല്ലെ ഡ്രഗ് സ്റ്റോറിലുള്ള ആള് അല്ലെങ്കിൽ ആ കെമിസ്റ്റ് എന്ത് ചെയ്യണം, എന്നെ നോക്കി ചിരിക്കുകയാണ്. ഹാൻഡഡ് ബാക്ക് ദ പേപ്പർ എനിക്ക് തിരിച്ചു തന്നു. ആൻഡ് സെഡ് ഐ ഡിഡ്ന്റ് നീഡ് മെഡിസിൻ അറ്റ് ഓൾ. എന്നിട്ട് എന്താണ് പറഞ്ഞത്? നിനക്ക് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞു, അല്ലെ. അപ്പം എന്തായിരുന്നു ആ പ്രിസ്ക്രിപ്ഷന്റെ അകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത്? ദ പ്രിസ്ക്രിപ്ഷൻ ഫോർ സിമ്പിൾ, അല്ലെ, പ്രിസ്ക്രിപ്ഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഈറ്റ് ഗുഡ് ഫുഡ്, അല്ലെ, നല്ല ഭക്ഷണം കഴിക്കണം. സ്ലീപ്പ് വെൽ, നന്നായിട്ട് ഉറങ്ങണം. എക്സസൈസ് റെഗുലർലി, എല്ലാ ദിവസവും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം. ആൻഡ് സ്റ്റോപ്പ് വെറിങ് അൺനെസസറിലി, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ വെറി ചെയ്യാതെ ഇരിക്കണം. ഐ ഫെൽറ്റ് ബോത്ത് എംബാരസ്ഡ് ആൻഡ് റിലീവ്ഡ്. എന്താ എംബാരസ്ഡ് എന്ന് പറഞ്ഞാല് അയ്യേ നാണക്കേട് ഫീൽ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എംബാരസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? നാണക്കേട് ഫീൽ ചെയ്യാണ്. ആൻഡ് റിലീവ്ഡ്, നാണക്കേട് ഫീൽ ചെയ്യാണ്. കാരണം എന്താണ്? ആവശ്യമില്ലാതെ ഡോക്ടറെ അടുത്ത് പോയിട്ടല്ലേ ഈ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ നോക്കിയത്. ആൻഡ് റിലീവ്ഡ്, അതേസമയം ആശ്വാസം തോന്നുകയാണ്. കാരണം അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, സോ അതുകൊണ്ട് ആശ്വാസം തോന്നുകയാണ്. ടുഡേ ടോട്ട് മീ ആൻ ഇമ്പോർട്ടന്റ് ലെസൺ, അല്ലെ, ഇന്നത്തെ ദിവസം എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. എന്താണ്? നെവർ ട്രൈ ടു ഡയഗ്നോസ് യുവർ സെൽഫ് ഫ്രം ബുക്സ്. ബുക്ക് വായിച്ചുകൊണ്ട് നമ്മൾ സ്വന്തം പരിശോധിക്കരുത്. ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസുഖത്തിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയും കേട്ടോ. സോ നെവർ ട്രൈ ടു ഡയഗ്നോസ് യുവർ സെൽഫ് ഫ്രം ബുക്സ്. ബുക്ക് വായിച്ചുകൊണ്ട് സ്വന്തം ഡയഗ്നോസ് ചെയ്യരുത്, സ്വന്തം അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കരുത്. യെസ്, ആൻഡ് റിമെമ്പർ ദാറ്റ് എ ഹെൽത്തി മൈൻഡ് ഇസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ഹെൽത്തി ബോഡി. അതേപോലെ തന്നെ എന്താണ്? ആ ഹെൽത്തി മൈൻഡ്, അല്ലെ, ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ലാസ്റ്റ് കണ്ടോ, ജെറോം എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് കുട്ടികളെ എന്ത് എഴുതേണ്ടത്? ഒരു ഡയറി എൻട്രി എഴുതേണ്ടത്. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ഡയറി എൻട്രി. ഇപ്പൊ മിസ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു നിങ്ങളൊരു സമ്മറി വേറെ പറയേണ്ട ആവശ്യമില്ല. അത്രയും കൂടുതൽ കാര്യങ്ങൾ, അല്ലെ, ആ ഒരു ലെസന്റെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ഡേയിൽ നടക്കുന്ന മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സമ്മറൈസ് ചെയ്ത് ചുരുക്കി എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ആ ഒരു ഡയറി എൻട്രി എന്ന് പറയാം കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. ഇതേപോലത്തുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വരനിത സൈനിങ് ഓഫ്. ബൈ.